എല്ലാവരുടെ മുമ്പിൽ ഷൈ ആയിട്ട് നടന്നിട്ട് ഏറ്റവും അവസാനം അവനാണെങ്കിൽ ഒറ്റ ടച്ച് കൊണ്ട് പെണ്ണുങ്ങളെ സ്വർഗ്ഗം കാണിക്കാനുള്ള ശക്തി കിട്ടുന്നു. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ 2020 റിലീസ് ചെയ്ത ദ മിഡാസ് ടച്ച് എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഈ സിനിമ ആരംഭിക്കാൻ നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഫെലിക്സ് എന്ന് പറഞ്ഞ നായകനാണ്. ഇവരാണെങ്കിൽ ഭയങ്കര ഷൈ ആയിട്ടുള്ള ആളായിരുന്നു. അതുപോലെ തന്നെ ഇവന് പെണ്ണുങ്ങളോട് ഒട്ടും മിങ്കിൾ ചെയ്യാനും അറിയത്തില്ലായിരുന്നു. അങ്ങനെ അവൻ എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഓഫീസിലേക്ക് ചെല്ലും. അവിടെ ചെന്ന് കഴിയുമ്പോഴും എന്നത്തെ പോലെ തന്നെ പെണ്ണുങ്ങളോട് ഇങ്ങനെ പതറി നിൽക്കും. ഇത് കാണുമ്പോഴത്തേനും അവൻ്റെ മാനേജറായിട്ടുള്ള റോൺ അങ്ങോട്ട് വരും. അത് കഴിഞ്ഞ് ഇവനെ കുറേ നേരം കളിയാക്കും. ഇവൻ ഇത്രയും വലുതായിട്ട് പെണ്ണുങ്ങളോട് മിങ്കിൾ ചെയ്യാൻ അറിയാത്തതിനെ പറ്റി ചോദിച്ച് ഇച്ചിരി കഴിഞ്ഞാണ് അവൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന കോവർക്കറായിട്ടുള്ള ജെയിൻ അങ്ങോട്ട് വരുന്നത്. അവളാണെങ്കിൽ കുറേ നേരം ഇവനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അന്നേരമൊക്കെ അവളുടെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ ഇവനാണെങ്കിൽ ഇവളോട് ഫ്ലിർട്ട് ചെയ്യുക എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവൾ കുറേ നേരം സംസാരിച്ചിട്ടും അവൻ ഫ്ലിർട്ടൊന്നും ചെയ്യുന്നില്ലായിരുന്നു. അവനാകെ ഇവളെ ചോദിക്കുന്നതിന് ഉത്തരം മാത്രമേ പറയുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നിരാശയായിട്ട് അവൾ പോകും. ഇച്ചിരി കഴിഞ്ഞാണ് അടുത്ത റോണിൻ്റെ ക്ലൈൻ്റ് ആയിട്ടുള്ള സാറ അങ്ങോട്ട് വരുന്നത്. സാറ അങ്ങനെ ഫിലിക്സിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അത് കഴിഞ്ഞ് സാറ അവനോട് ചോദിക്കും അവളുടെ കുറേ സാധനങ്ങളുണ്ട്, അതൊന്നും എടുത്ത് വീട്ടിൽ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യാവുന്നു. അപ്പോൾ ഇവനാണെങ്കിൽ നോ പറയാൻ മടിയായിട്ടുള്ള ഒരുത്തനായതുകൊണ്ട് അത് കയറി സമ്മതിക്കും. അങ്ങനെ ഇവരൊരു പാർക്കിൽ കൂടെ നടന്നു പോകുമ്പോഴാണ് അതേ പാർക്കിൽ കൂടെ തന്നെ 2 മജീഷ്യന്മാർ വരുന്നത്. അപ്പോൾ ആ മജീഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഷവാസ്ലോവ് അവൻ്റെ അസിസ്റ്റൻറ്റുമായിരുന്നു. അവരാണെങ്കിൽ അവർ ഗേൾസിന് വേണ്ടി നടത്താൻ പോകുന്ന സെമിനാർ പ്രോഗ്രാമിൻ്റെ മാർക്കറ്റിങ്ങിന് ഇറങ്ങിയതായിരുന്നു. അങ്ങനെ അവിടെയുള്ള ഗേൾസിനെല്ലാം കണ്ട് സംസാരിക്കും. അവരുടെ മൈൻഡും അതുപോലെ തന്നെ അവരുടെ സെക്ഷുവാലിറ്റി എൻഹാൻസ് ചെയ്യാനുള്ള സെമിനാറാണ് നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അതുവഴിയെല്ലാം പ്രൊമോട്ട് ചെയ്ത് നടക്കും. അത് കഴിഞ്ഞ് ഫെലിക്സ് ആണെങ്കിൽ സാറയുടെ കൂടെ അവളുടെ വീട്ടിലെത്തും. അവിടെ ആണെങ്കിൽ 3 ഗേൾസ് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ സാറയാണെങ്കിൽ അവരോടെല്ലാം കൂടെ ഫിലിക്സിനെയും കൂട്ടിയൊരു പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടി പറയും. അങ്ങനെ ഇവരെല്ലാം കുറേ നേരം ഇവിടെ പ്രാർത്ഥനയും ചൊല്ലിയിരിക്കും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് സാറയാണെങ്കിൽ ഫിലിക്സിന് കുറേ ഡ്രിങ്ക്സ് കൊടുത്ത ശേഷം അവളാണെങ്കിൽ ഹസ്ബൻഡിനെ മീറ്റ് ചെയ്യാൻ പോകാമെന്ന് പറയും. അത് കഴിഞ്ഞ് നമ്മളെ കാണിക്കുന്ന സാറയുടെ ഹസ്ബൻഡായിട്ടുള്ള ജെയിംസ് വാക്കറായിരുന്നു. ഇവനാണെങ്കിൽ ഗവർണറിന് വേണ്ടി മത്സരിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു. അങ്ങനെ അവനാണെങ്കിൽ ഇലക്ഷൻ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ഈ ഫിലിക്സിൻ്റെ കമ്പനീനെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത് പ്രൊമോഷൻ വർക്കെല്ലാം. അങ്ങനെ ഫെലിക്സ് ആയിരുന്നു അവൻ്റെ പ്രസംഗിക്കാൻ വേണ്ടിയുള്ള സ്പീച്ചെല്ലാം ഇത് സെറ്റാക്കി വെച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഷൂട്ട് തുടങ്ങി കഴിയുമ്പോഴത്തേക്കും ജെയിംസ് ആണെങ്കിൽ ഒരേ വാക്ക് തന്നെ പല പ്രാവശ്യം തെറ്റിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അവൻ്റെ ദേഷ്യം വന്നിട്ട് അവൻ പറയും ഫെലിക്സ് ഫ്രണ്ട് നിൽക്കുന്നുണ്ട് അവനെല്ലാം തെറ്റിപ്പോകുന്നെന്ന് പറയും. ഉടനെ അവരുടെ മാനേജറായിട്ടുള്ള റോൺ ആണെങ്കിൽ ഫെലിക്സിനോട് ചൂടാകും. അവനെ ഇത് സ്പീച്ചിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞ്. അങ്ങനെ അന്ന് രാത്രി തന്നെ കിടക്കുന്നതിന് മുന്നാണ് സാറ ജെയിംസിനോട് പറയും റോണാണെങ്കിൽ ഇവളോട് ഫ്ലിർട്ട് ചെയ്യുന്ന പോലെ ഇവൾക്ക് തോന്നുന്നുണ്ടെന്ന്. അപ്പോഴത്തേക്കിനും ജെയിംസ് പറയും ഇവളത്ര സുന്ദരിയായതുകൊണ്ട് ഇതൊക്കെ സ്വാഭാവികമാണെന്ന് പറയും. അത് കഴിഞ്ഞ് സാറ വീണ്ടും അതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിനും ജെയിംസ് ആണെങ്കിൽ അത് താല്പര്യമില്ലാത്ത പോലെ ഇലക്ഷൻ ക്യാമ്പിനൊക്കെ കഴിഞ്ഞ് അടുത്ത് വന്നതെന്ന് പറഞ്ഞ് കയറി കിടന്നുറങ്ങും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ചെക്കാസ്ലോവും അവൻ്റെ അസിസ്റ്റൻറ്റും കൂടെ അവരുടെ സെമിനാർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെമിനാർ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും അവർക്കൊരു വോളണ്ടിയർ ആയിട്ട് അവരാണെങ്കിൽ സരിത എന്ന് പറഞ്ഞ പെണ്ണിനെ സെലക്ട് ചെയ്യും. പക്ഷേ സരിത സ്റ്റേജിൽ കയറിയിട്ട് ഇവർ ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും കറക്റ്റായിട്ട് ഉത്തരവൊന്നും പറയുന്നില്ലായിരുന്നു. കാരണം ഇവർ ഉദ്ദേശിച്ച പോലെ സെമിനാർ കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്നാകുമ്പോഴത്തേക്കിനും ചെക്കാസ്ലോവ് ആണെങ്കിൽ ഫ്രസ്ട്രേഷൻ അടിച്ചിട്ട് അവളെ പുറത്താക്കും. അത് കഴിഞ്ഞ് ഒരു മെയിൽ വോളണ്ടിയറിനെ തപ്പും. അങ്ങനെയാണ് ഫെലിക്സിലേക്ക് വരുന്നത്. അങ്ങനെ ഫെലിക്സിനെ സ്റ്റേജിൽ കയറ്റി കഴിഞ്ഞ് ചെക്കാസ്ലോവ് ആണെങ്കിൽ അവൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള അമാലിയനെ വിളിക്കും. അത് കഴിഞ്ഞ് ഫെലിക്സിനോട് പറയും അവളുമായിട്ട് ഫ്ലിർട്ട് ചെയ്യാൻ പറയും. പക്ഷേ ഫെലിക്സിനാണെങ്കിൽ പെണ്ണുങ്ങളോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് അവനാണെങ്കിൽ പതിയെ പമ്മി നിൽക്കും. അങ്ങനെ ഇത് കാണുമ്പോഴത്തേക്കും ആ സ്റ്റേജ് ഫുള്ള് ഇരുന്ന് ചിരിക്കാൻ തുടങ്ങും. അങ്ങനെ ഫെലിക്സ് ആണെങ്കിൽ ആ സ്റ്റേജിലുള്ളവർ അത്രയും പേരോ നാണം കിടും. അങ്ങനെ പിന്നീട് നാണക്കേടിൻ്റെയൊക്കെ വിഷമം മാറാൻ വേണ്ടി അവനാണെങ്കിൽ ഒരു ബാറിൽ പോയിരുന്ന് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഫീലിക്സ് ബാറ് വിഷമിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അങ്ങോട്ടാണെങ്കിൽ ഒരുത്തൻ കുറേ പെണ്ണുങ്ങളുമായിട്ട് കയറി വരുന്നത്. ആ പെണ്ണുങ്ങളാണ് അവൻ്റെ പുറകെ തന്നെ നിൽക്കുമായിരുന്നു. ഫീലിക്സ് ഇത് കാണുമ്പോഴത്തേക്കും ഇങ്ങനെ അത്ഭുതപ്പെടുന്നിരിക്കും. അങ്ങനെ അവനാണെങ്കിൽ ആ പെണ്ണുങ്ങളെല്ലാം പറഞ്ഞു വിട്ടിട്ട് ഫീലിക്സിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഫീലിക്സ് ഇവൻ്റെ ഈ കഴിവിനെപ്പറ്റി ചോദിക്കുമ്പോഴത്തേക്കും ഇവൻ പറയും ഇവനാണെങ്കിൽ ശാപം കിട്ടിയതായിരുന്നു ഇങ്ങനെ പെണ്ണുങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്നതെന്ന്. അപ്പോൾ ഫീലിക്സ് പറയുന്നത് ശാപമല്ല ഒരു കഴിവെല്ലാം ചോദിക്കുമ്പോഴത്തേക്കും ഇവൻ പറയും ഇവനും ആദ്യം കഴിവെന്നൊക്കെ ഓർത്ത് പിന്നീട് അത് ശാപമായിട്ട് മാറുമെന്ന് പറയും. അതുകൊണ്ട് തന്നെ ഇവനാണെങ്കിൽ ഇവൻ്റെ ശാപം ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടി ഇരിക്കുകയെന്ന് പറയും. അപ്പോൾ ഫീലിക്സ് ആണ് അതിന് റെഡിയായിരുന്നു. ഫീലിക്സ് അത് വേണമെന്ന് പറയും. ഉടനെ ഇവൻ പറയും ചെറിയൊരു റിച്വൽ പെർഫോം ചെയ്തിട്ട് മന്ത്രം ചൊല്ലിക്കഴിഞ്ഞ് ഇവൻ ആ കഴിവ് കിട്ടുമെന്ന് പറയും. അങ്ങനെ അവനാണെങ്കിൽ ഫീലിക്സിന് മന്ത്രമെല്ലാം പറഞ്ഞു കൊടുത്ത് ഇവൻ്റെ കഴിവാണെങ്കിൽ അങ്ങോട്ട് പാസ് ചെയ്യും. അങ്ങനെ അത് കഴിഞ്ഞ് അവൻ വന്നിട്ടാണ് അവിടെ ഇരിക്കുന്ന വെയിട്രസിൻ്റെ കൈ പിടിക്കുമ്പോഴത്തേക്കിനും വെയിട്രസ് ആണെങ്കിൽ അവനെ ഒഴിവാക്കി വിടും. അന്നേരം അവന് പിടി കിട്ടും അവൻ്റെ ആ ശാപമെല്ലാം പോയി അത് ഫിലിക്സിന് കിട്ടിയെന്ന്. അങ്ങനെ ഫിലിക്സിനോടെല്ലാം റെഡിയായെന്ന് പറഞ്ഞ ശേഷം അവൻ ബാറിൽ നിന്ന് ഇറങ്ങിപ്പോവും. പക്ഷേ ഫിലിക്സിനാണെങ്കിൽ ഇതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് അറിയത്തില്ലായിരുന്നു. കഴിവ് കിട്ടിയെന്ന് മാത്രമേ അറിയുന്നുണ്ടായിട്ടുള്ളൂ. അങ്ങനെ പിറ്റേ ദിവസമാണെങ്കിൽ അവനാണെങ്കിൽ അവരുടെ കഴിവ് ഓരോ പെണ്ണുങ്ങൾ പരീക്ഷിക്കാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ പെണ്ണുങ്ങളാണെങ്കിൽ സാധാരണ ഇവനോട് സംസാരിക്കുന്ന പോലെയൊക്കെ തന്നെയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇവൻ തൊട്ട് കഴിയുമ്പോഴത്തേക്കിനും അവരുടെ റിയാക്ഷൻ പെട്ടെന്ന് മാറാൻ തുടങ്ങി. അവരാണെങ്കിൽ ഇവരുടെ പുറകെ വരാൻ തുടങ്ങുമായിരുന്നു. അങ്ങനെ ഇവരാണെങ്കിൽ ഓരോ സാധനം മേടിച്ചിട്ട് പതിയെ പൈസ കൊടുക്കാൻ നേരത്ത് പെണ്ണുങ്ങളുടെ കയ്യിലൊക്കെ അറിയാതെ പിടിക്കും. അന്നേരം തന്നെ പെണ്ണുങ്ങളാണെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് എക്സ്പ്രഷനൊക്കെ ഇടാൻ തുടങ്ങി. അങ്ങനെ ഇവനാണെങ്കിൽ പതിയെ ഇത് വഴിയെ പോകുന്ന പെണ്ണുങ്ങളെല്ലാം പരീക്ഷിക്കാൻ തുടങ്ങി. അവരെല്ലാം ഇവൻ്റെ പുറകെ ഇങ്ങനെ ഫോളോ ചെയ്ത് വരാനും തുടങ്ങി. അങ്ങനെ പിന്നീടാണെങ്കിൽ ഇവനൊരു പെണ്ണിൻ്റെ അടുത്ത് പോയിരുന്നിട്ടാണെങ്കിൽ ഒരു ഗ്ലൗസ് ഇട്ട് അവളെ ടച്ച് ചെയ്യും. പക്ഷേ അന്നേരമാണെങ്കിൽ അവളെ മൈൻഡൊന്നും ചെയ്യത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഇവൻ ഗ്ലൗസ് ഇട്ട് ടച്ച് ചെയ്യുമ്പോഴാണ് അവളാണെങ്കിൽ ഇവനേക്ക് ഒരു ഉമ്മ വെക്കാനൊക്കെ വരുന്നത്. അങ്ങനെ ഇവനാണെങ്കിൽ ആഗ്രഹിച്ച പെണ്ണുങ്ങളും എല്ലാമായിട്ട് കൂടെ കിടക്കാൻ തുടങ്ങും. അങ്ങനെ കുറേ കാലം ഇവരാണെങ്കിൽ ഇവൻ്റെ ഈ കഴിവ് വെച്ച് ശരിക്കും ഹാപ്പിയായിട്ട് ജീവിക്കാൻ തുടങ്ങി. പിന്നീടാണ് അത് പതി ഇവൻ്റെ ശാപമായിട്ട് മാറാൻ തുടങ്ങിയത്. പെണ്ണുങ്ങളെല്ലാം ഇവനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കാൻ തുടങ്ങി. ഇവനാണെങ്കിൽ ഈ ലൈഫിൽ ടയർഡാകാനും തുടങ്ങിയായിരുന്നു.
അങ്ങനെ ഒരു ദിവസമാണ് വൈകുന്നേരം ഇരിക്കുമ്പോൾ 3 പെണ്ണുങ്ങൾ വന്ന് ഇവനോട് വീണ്ടും ഇവരുടെ കൂടെ കിടക്കാൻ വേണ്ടി നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേരം ഇവനാണെങ്കിൽ അവരോട് പറയും ഇവൻ ഇന്ന് തന്നെ രാവിലെ കിടന്നുള്ളൂ, അതുകൊണ്ട് ഇവന് ഇനിയും ടൈം വേണമെന്നൊക്കെ പറയും. പക്ഷേ അവരിവനെ നിർബന്ധിച്ചുകൊണ്ട് ഇരിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ പകുതിയായി കഴിഞ്ഞപ്പോൾ ഇവന് പെണ്ണുങ്ങളുടെ അടുത്ത് ഓടി രക്ഷപ്പെടാൻ പറ്റുന്നില്ലായിരുന്നു. അവരെല്ലാം പിടിച്ചു വെച്ച ശേഷം ഇവന് ഉപയോഗിക്കാനും തുടങ്ങിയായിരുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഫെലിക്സ് ഓഫീസിൽ ചെല്ലുമ്പോഴാണെങ്കിൽ റോണാണ് ഇവനെ ശരിക്കും പ്രശംസിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇവനിപ്പോൾ പെണ്ണുങ്ങളുടെ കൂടെ ഹാങ് ഔട്ടൊക്കെ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് ഇനി ഇവന് കുറേ ഫീമെയിൽസുമായിട്ട് മിങ്കിൾ ചെയ്ത് ഇമ്പ്രൂവ് വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് റോണിനെ വരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഫെലിക്സിന് പുറകെ പെണ്ണുങ്ങൾ കതകും തുറന്ന് ഓടി വരുന്നത്. അങ്ങനെ ഫെലിക്സ് ആണെങ്കിൽ അന്ന് വൈകുന്നേരം പ്രൊഫസർ ജോൺസൺ എന്ന് പറഞ്ഞ ഒരാളെ പോയി കാണും. ആ പ്രൊഫസറാണെങ്കിൽ ഇതുപോലെയുള്ള കൾട്ട് റിച്വൽസിനെ പറ്റിയൊക്കെ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. അങ്ങനെ പുള്ളിയാണെങ്കിൽ ഒരുപാട് ബുക്ക് നോക്കിയിട്ട് പറയും ഈ റിച്വൽസ് എന്ന് പറഞ്ഞാൽ പണ്ട് ഈജിപ്തിൻ്റെ കാലം തൊട്ടുള്ളതായിരുന്നെന്ന്. അന്നാണെങ്കിൽ ഒരു അടിമയായിട്ടുള്ളവനാണെങ്കിൽ അന്നത്തെ രാജ്ഞിയോട് താല്പര്യം തോന്നും. പക്ഷേ രാജ്ഞിയാണ് ഇവനെ മൈൻഡ് പോലും ചെയ്യുന്നില്ലായിരുന്നു. അങ്ങനെ ഇവനാണെങ്കിൽ ഒരു കൂടത്തറ ചെയ്യുന്ന സ്വാമിയെ കാണും. അങ്ങനെ സ്വാമിയുടെ അടുത്തു നിന്നാണ് ഇവനെ മന്ത്രം കിട്ടുന്നത്. അങ്ങനെ അവൻ നേരെ ചെന്ന് ആ രാജ്ഞിയെ വളച്ചെടുക്കുകയും അതുപോലെ തന്നെ രാജ്ഞിയിൽ നിന്ന് 14 പിള്ളേരെ ഉണ്ടാക്കുകയും ചെയ്യും. അതെല്ലാം കഴിഞ്ഞ് അവൻ ഹാർട്ട് അറ്റാക്ക് വന്നായിരുന്നു മരിച്ചത്. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് അവനാണെങ്കിൽ ഈ മന്ത്രം പല പല ആളുകൾക്ക് പാസ് ചെയ്യുമായിരുന്നു. അങ്ങനെ കാലങ്ങളായിട്ട് പാസ് ചെയ്ത് വന്നാണ് അവസാനം ഫെലിക്സിന് കിട്ടിയെന്ന് പറയും. ഫെലിക്സ് ആണെങ്കിൽ ഈ സംഭവം എല്ലാം അറിഞ്ഞു കഴിഞ്ഞ് ജോൺസിൻ്റെ ഹൗസിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിപ്പോകും. അന്നേരമാണ് നമ്മളെ കാണിക്കുന്നത് റോൺ ആണെങ്കിൽ ഫെലിക്സിനെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രൊഫസറുമായിട്ട് സംസാരിച്ചെല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഫെലിക്സ് ഓഫീസിൽ ഇരിക്കുമ്പോഴാണ് ജെയിൻ ആണെങ്കിൽ എന്നത്തെ പോലെ അങ്ങോട്ട് വരുന്നത്. ഇപ്രാവശ്യം അവൾ അവനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവനാണെങ്കിൽ അറിയാതെ കയറി അവളിങ്ങനെ ടച്ച് ചെയ്യുന്നത്. അന്നേരം തന്നെ അവൾക്കാണെങ്കിൽ വീണ്ടും സ്റ്റിമുലേഷനൊക്കെ ഉണ്ടാവും. അങ്ങനെ അവളാണെങ്കിൽ പതിയെ അവനോട് ഫ്ലിർട്ട് ചെയ്യാനൊക്കെ വന്നിട്ട് വന്ന കാര്യം പറയും. റോണാണെങ്കിൽ ഓഫീസിലോട്ട് വിളിച്ചെന്ന്. അങ്ങനെ അവൻ ചെന്ന് മാനേജറായിട്ടുള്ള റോണിനെ കാണും. അപ്പോൾ റോണാണെങ്കിൽ ഇവൻ്റെ കഴിവിനെ പറ്റിയൊക്കെ ചോദിക്കും. എന്നിട്ട് പറയും നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്ത് ഒരുപാട് പൈസയൊക്കെ ഉണ്ടാക്കാമെന്ന് പറയും. അങ്ങനെ ഇവന്മാർ തമ്മിൽ ഒരു ഡീലിങ്ങിലേക്ക് കടക്കാൻ വരുമ്പോഴാണ് അങ്ങോട്ട് സാറ വരുന്നത്. പെട്ടെന്ന് റോണാണെങ്കിൽ ഫെലിക്സിനോട് പറയും സോഫയുടെ അകത്ത് കയറി വിളിക്കാൻ പറയും. പക്ഷേ ഫെലിക്സിൻ്റെ കൈയാണെങ്കിൽ വെളി ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ സാറ വന്ന് റോണിനോട് സംസാരിക്കാൻ വേണ്ടി സോഫയിലിരിക്കും. അന്നേരമാണ് ഫെലിക്സിൻ്റെ കൈ അവളുടെ ദേഹത്ത് കൊള്ളുന്നത്. അന്നേരം തന്നെ ഇവൾക്കും ഒരു സ്റ്റിമുലേഷനൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവളോർക്കും ഇതിൻ്റെ കാരണം റോണാണെന്ന് ഓർക്കും. അങ്ങനെ അവർ തമ്മിൽ അവിടെ വെച്ചൊരു ഇൻ്റർകോഴ്സൊക്കെ നടക്കും. ഇതേ സമയമാണെങ്കിൽ ഫെലിക്സ് ആണെങ്കിൽ ന്യൂസിലും എല്ലാം വൈറലായി പോയായിരുന്നു. അങ്ങനെ ന്യൂസുകാരാണെങ്കിൽ ഇവൻ്റെ പുറകെ ഓടുന്ന പെണ്ണുങ്ങളൊക്കെ ഇൻ്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഈ ന്യൂസ് ആണെങ്കിൽ പതിയെ ജെയിംസ് കേട്ടുകൊണ്ടിരിക്കും. ജെയിംസിൻ്റെ അടുത്തുണ്ടായിരുന്ന ജെയിൻ ആണെങ്കിൽ ഇതിനെപ്പറ്റി പറയും. അവൻ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും പ്രത്യേക ഒരു ഫീൽ കിട്ടുമെന്ന് പറയും. അതുപോലെ തന്നെ ഈ ന്യൂസ് സാറയും അവരുടെ കൂട്ടുകാരികളും കേട്ടുകൊണ്ടിരിക്കും. അപ്പോഴത്തേക്കിനും അവരിതിനെപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കും. ഇവന് എന്ത് സ്പെഷ്യൽ എബിലിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുന്നതെന്നൊക്കെ. പിന്നീട് ഈ ന്യൂസ് കേൾക്കുന്നതെന്ന് വെച്ചാൽ ചെക്കാസ്ലോവും അവൻ്റെ അസിസ്റ്റൻറ്റും അതുപോലെ തന്നെ റോണുമായിരുന്നു. അങ്ങനെ ഇവർ 3 പേർക്കും ഈ എബിലിറ്റി വേണമെന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് വരികയും ചെയ്യും. ഇതേസമയം ഫീലിക്സ് ആണെങ്കിൽ ബാറയ്ക്കൂടെ ഓരോരുത്തവരോട് അവൻ്റെ ഈ എബിലിറ്റി വേണമെന്ന് ചോദിച്ച് നടക്കുമായിരുന്നു. പക്ഷേ അവരാരും ഇവനെ വിശ്വസിക്കുന്നില്ലായിരുന്നു. പക്ഷേ ഇതെല്ലാം ചെക്കാസ്ലോവിൻ്റെ അസിസ്റ്റൻ്റ് ആണെങ്കിൽ ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞാണെങ്കിൽ ജെയിംസ് വന്ന് റോണിനെ കാണും. എന്നിട്ട് ഈ ഫീലിക്സിനെ പറ്റി സംസാരിക്കും. അതുപോലെ തന്നെ ആ ഫീലിക്സിൻ്റെ എബിലിറ്റി ജെയിംസിന് കിട്ടുവാണെങ്കിൽ വുമൻസിൻ്റെ വോട്ടല്ല ഇവന് പിടിക്കാമെന്നും ഇലക്ഷനിൽ ജയിക്കാമെന്നും പറയും. അങ്ങനെ റോണാണെങ്കിൽ പ്രൊഫസറിൻ്റെ അടുത്ത് ഒളിഞ്ഞു കേട്ട് അറിവ് വെച്ച് ജെയിംസിനോട് പറയും അവനാണെങ്കിൽ ഈ റിച്വൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാം, ആ റിച്വൽ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ആ കഴിവ് കിട്ടുമെന്ന് പറയും. അങ്ങനെ റോണാണെങ്കിൽ അതൊക്കെ കാണിച്ചു കൊടുക്കും. അങ്ങനെ ജെയിംസ് ഇതെല്ലാം കണ്ട് ചെയ്തിട്ട് നേരെ പോയി ഒരു പെണ്ണിനെ കയറി പിടിക്കും. പക്ഷേ പെണ്ണ് പുറകെ വരുന്നതിന് പോലെ അവൻ്റെ കർണക്കുറ്റി നോക്കി പറഞ്ഞാൽ കൊടുക്കുമായിരുന്നു ചെയ്ത്. അങ്ങനെ റോൺ പതിയെ ചെന്ന് ഫിലിപ്സിനെ കണ്ട് കാര്യമൊക്കെ പറയും. ജെയിംസിനെ കഴിവ് കൊടുക്കുവാണെങ്കിൽ ഇവരുടെ 2 പേരുടെ ലൈഫ് സെറ്റിലാവുമെന്ന് പറയും. അങ്ങനെ ഫെലിക്സ് ആണെങ്കിൽ ഇത് കൺഫ്യൂഷനായിട്ടിരിക്കും, ഇത് ആരിലേക്ക് പാസ് ചെയ്യണമെന്നുള്ള. അങ്ങനെ ഫെലിക്സ് നേരെ ചെന്ന് അവൻ്റെ പ്രൊഫസറെ കാണും. എന്നിട്ട് അവൻ പ്രൊഫസറോട് പറയും ഇവൻ ആർക്ക് കൊടുക്കണമെന്നുള്ള കൺഫ്യൂഷനിൽ ഇരിക്കുവാണ്. ഇവൻ്റെ ആഗ്രഹം വെച്ച് ഒരു ശുദ്ധനായിട്ടുള്ള ആൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവൻ ഈ കഴിവ് ഒരിക്കലും ദുരുപയോഗം ചെയ്യത്തില്ലെന്ന് പറയും. അന്നേരം പ്രൊഫസർ പറയും അങ്ങനെയുള്ള ഒരാൾക്ക് ഇവൻ ഈ കഴിവ് കൊടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി കഴിയുമ്പോഴത്തേക്കിനും അവനത് ശാപമായിട്ട് മാറും. ഇപ്പോൾ ഈ ഫിലിക്സ് അനുഭവിക്കുന്ന അതേ അവസ്ഥയിലേക്ക് അവനും വരും. അതുകൊണ്ട് തന്നെ ഇതാണെങ്കിൽ തെറ്റായിട്ടുള്ള ഒരാൾക്ക് തന്നെ കൊടുക്കാൻ പറയും. അങ്ങനെ ആകുമ്പോഴത്തേക്കിനും പെണ്ണുങ്ങൾ പുറകെ വരുന്നതിന് പകരം ഇത് നേരെ തിരിച്ചിട്ട് അവരെല്ലാം കൂടെ അവനെ ഹെയ്റ്റ് ചെയ്യത്തേ ഉള്ളൂ പറയും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങി വരുമ്പോഴാണ് ചെക്കാസ്ലോവും അസിസ്റ്റൻറ്റും കൂടെ വന്ന് ഫിലിക്സിനെ തട്ടിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ ഫിലിക്സ് പിന്നീട് ബോധം വന്ന് എഴുന്നേൽക്കുമ്പോഴത്തേക്കിനും അവനാണെങ്കിൽ അവിടെ ഒരു റിച്വലൊക്കെ നടക്കുന്നിടത്തായിരുന്നു. അങ്ങനെ പതിയെ അങ്ങോട്ട് സാറ് വരും. സാറയും ചെക്കാസ്ലോവും എല്ലാം ഇപ്പോൾ ഒരു ഗാങ്ങായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാറയാണെങ്കിൽ അവനെ കൊണ്ട് അവളെ തുടിപ്പിക്കും, എങ്ങനെയാണ് പെണ്ണുങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നതെന്ന് അറിയാൻ. അങ്ങനെ ഇവൻ തൊട്ടോടാൻ തന്നെ അവളാണെങ്കിൽ ഓവറായിട്ട് സ്റ്റിമുലേറ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ പതിയെ ചെക്കാസ്ലോവ് അങ്ങോട്ട് വന്നിട്ട് അവനോട് പറയാം കഴിവ് അവന് പാസ് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ പതിയെ ഫെലിക്സ് ആണെങ്കിൽ ആ റിച്വലൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അങ്ങോട്ട് റോൺ കയറി വരുന്നത്. എന്നിട്ട് റോൺ ചെക്കാസ്ലോവിനോട് പറയും അത് വേറെ ആർക്കും ആ കഴിവ് കൊടുക്കാൻ പറ്റത്തില്ല, ഇവനാണെങ്കിൽ ഓൾറെഡി ജെയിംസുമായിട്ട് ഡീൽ വെച്ചിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ ആ കഴിവ് തനിക്ക് മാത്രമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ ചെക്കാസ്ലോവ് ആണെങ്കിൽ റോണിനെ അവിടെ വെച്ച് കുത്തിക്കൊല്ലും. അങ്ങനെ പതിയെ വീണ്ടും പെർഫോം ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അങ്ങോട്ട് ജെയിംസ് കയറി വരുന്നത്. അങ്ങനെ പതിയെ ജെയിംസും ചെക്കാസ്ലോവും തമ്മിൽ അവിടെ കിടന്നൊരു അടിപിടിയൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഏറ്റവും അവസാനമാണെങ്കിൽ ചെക്കാസ്ലോവ് തന്നെ ജയിക്കും. അത് കഴിഞ്ഞ് ഫെലിക്സ് പതിയെ അവൻ്റെ കഴിവെല്ലാം ചെക്കാസ്ലോവിന് തന്നെ പാസ് ചെയ്യും. അങ്ങനെ അവർ 2 പേരും ഹാപ്പി ആയിട്ടിരിക്കും. കാരണം ചെക്കാസ്ലോവിനാണെങ്കിൽ പെണ്ണുങ്ങളെ വളയ്ക്കാനുള്ള കഴിവും കിട്ടിയല്ലോ എന്ന് ഓർത്ത് അവൻ ഹാപ്പിയാവും. അതുപോലെ തന്നെ ഫെലിക്സ് ആണെങ്കിൽ ഈ പെണ്ണുങ്ങൾ പുറകെ വരുന്ന ശാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന് ഓർത്തിരിക്കും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളെ കാണിക്കുന്നത് ചെക്കാസ്ലോവാണ് വീണ്ടും സെമിനാർ നടത്തുന്നതാണ്. അങ്ങനെ ഈ പ്രാവശ്യം പെണ്ണുങ്ങളെല്ലാം അവൻ്റെ പുറകെ വരും എന്നുള്ള പ്രതീക്ഷയിൽ അവൻ അവിടെ നിൽക്കുന്ന അത്തരം പെണ്ണുങ്ങളെ ടച്ച് ചെയ്യും.
പക്ഷേ ഇവനൊരു ശുദ്ധഹൃദയനല്ലാത്തതുകൊണ്ട് തന്നെ ആ ശാപം നേരെ തിരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. പെണ്ണുങ്ങൾക്കല്ല ഇവനോട് ഭയങ്കരമായിട്ടുള്ള വെറുപ്പ് ദേഷ്യം വരാൻ തുടങ്ങി. പിന്നീട് നമ്മൾ ന്യൂസിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ പെണ്ണുങ്ങളെല്ലാം ആക്രമിച്ച് ചെക്കാസ്ലോവിനെ കൊന്നെന്നുള്ളതാണ്. അങ്ങനെ ഇതോടുകൂടി ഈ സിനിമ അവിടെ അവസാനിക്കും.